ജിഷ വധക്കേസിൽ പ്രതി അമീറുൽ ഇസ്ലാമിനെ പെരുമ്പാവൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പോലീസ് പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടില്ല. ജയിലിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്തും. പ്രതിയെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോയി. ഹെൽമറ്റ് ധരിപ്പിച്ച് ശക്തമായ സുരക്ഷ ഒരുക്കിയാണ് പ്രതിയെ പോലീസ് കോടതിയിലെത്തിച്ചത്. വൈകിട്ട് 4:45ഓടെയാണ് പ്രതി അമീറുൽ ഇസ്ലാമിനെയും കൊണ്ടുള്ള പോലീസ് വാഹനവ്യൂഹം പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വളപ്പിലേക്ക് എത്തിയത്. മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി പ്രതിയെ 2 ആഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. പോലീസ് ദേഹോപദ്രവം ഏൽപ്പിച്ചോ എന്ന മജിസ്ട്രേറ്റിന്റെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു പ്രതിയുടെ മറുപടി. തനിക്ക് നിയമസഹായം വേണമെന്ന പ്രതിയുടെ ആവശ്യത്തെ തുടർന്ന് കോടതി അഡ്വക്കേറ്റ് പി രാജനെ നിയമിച്ചു. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് കോടതി നടപടികൾ പ്രതിയെ അറിയിച്ചത്. തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതിനാൽ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്നില്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അബ്ദുൽ ജലീൽ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ശേഷം മറ്റ് നടപടികൾ പോലീസ് കൈക്കൊള്ളുന്നതായിരിക്കും. പോലീസ് കസ്റ്റഡിയോ മറ്റു ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡിന് ശേഷം ചെയ്യുന്നതായിരിക്കും. റിമാൻഡ് റിപ്പോർട്ടിൽ ഗ്രൗണ്ട് പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡാണ് മെയിൻ മുഖ്യ കാരണം പറഞ്ഞിരിക്കുന്നത്. പ്രതിയെ പിന്നീട് കാക്കനാട് സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോയി. 15 മിനിറ്റ് മാത്രമാണ് കോടതി നടപടികൾ നീണ്ടുനിന്നത്. പ്രതിയെ കാണാനായി ആയിരങ്ങൾ കോടതി പരിസരത്ത് തടിച്ചുകൂടിയിരുന്നു. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷ പോലീസ് ഒരുക്കി. ഹെൽമറ്റ് ധരിച്ചാണ് പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്നും കോടതിയിലേക്ക് എത്തിച്ചത്. പ്രതിക്കെതിരെ രോഷം പ്രകടിപ്പിച്ച നാട്ടുകാരെ നിയന്ത്രിക്കാൻ പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കുന്നതിന് മുൻപായി തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതുണ്ട്. ഇതിനുള്ള അപേക്ഷ ഉടൻ മജിസ്ട്രേറ്റിന് സമർപ്പിക്കും. മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ കാക്കനാട് സബ് ജയിലിനുള്ളിൽ വെച്ചാകും തിരിച്ചറിയൽ പരേഡ് നടത്തുക. കൊലപാതക ദിവസം പ്രതിയെ ജിഷയുടെ വീടിന് സമീപത്ത് കണ്ട അയൽവാസിയായ സ്ത്രീ പ്രതിയെ തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ തെളിവെടുപ്പ് അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കൂ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. താൻ ആർക്കും ഒളിത്താവളം ഒരുക്കി കൊടുത്തിട്ടില്ലെന്ന് കെട്ടിടമുടമ ജോർജ് പോലീസിന് മൊഴി നൽകി. ജിഷ വധക്കേസ് പ്രതി അമീറുൽ ഇസ്ലാമിനെ തനിക്ക് അറിയില്ലെന്നും ജോർജ് പറഞ്ഞു. ഒരു വിവരവും താൻ പോലീസിനോട് മറച്ചുവെച്ചിട്ടില്ലെന്നും പോലീസ് 2 തവണ തന്റെ മൊഴിയെടുത്തിരുന്നുവെന്നും ജോർജ് പീപ്പിൾ ടിവിയോട് പറഞ്ഞു. വിവരങ്ങൾ മറച്ചുവെച്ചതിന് കെട്ടിടമുടമയ്ക്കെതിരെ കേസെടുക്കാനുള്ള പോലീസ് തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജോർജിന്റെ വിശദീകരണം. 4 ഇതര സംസ്ഥാനക്കാർക്കാണ് പെരുമ്പാവൂർ വൈദ്യശാലപ്പടിയിലുള്ള തന്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തത്. എന്നാൽ ഈ 4 പേർ പിന്നീട് അവരുടെ സുഹൃത്തുക്കളെ വിളിച്ച് താമസിപ്പിച്ചു. അവരെ എല്ലാവരെയും തനിക്ക് ഓർമ്മയില്ല. അക്കൂട്ടത്തിൽ ഒരാളായ അമീറുൽ ഇസ്ലാമാണ് ജിഷയുടെ ഘാതകനെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ജോർജ് പറഞ്ഞു. താൻ ആർക്കും ഒളിത്താവളം ഒരുക്കി കൊടുത്തിട്ടില്ലെന്നും ജോർജ് പറഞ്ഞു. ഞാൻ 4 ആൾക്കും ഇതാണ് കൊടുത്തിരുന്നത്. അപ്പൊ ഇവരുടെ കൊച്ചിന്റെ ഇവര് പണിക്കാരും അതിനകത്തുണ്ട്. 3 ആൾ അവരെ ഒരു മുറിയിൽ, 2 ആൾക്കാർ കൊടുത്ത് അവർക്ക് ഒരാൾ അഡീഷണൽ വന്നിട്ടുണ്ട്. വേറെ ഒരു മുറിയിൽ ഒരാൾ, പിന്നെ 8 ആൾ ഇതുണ്ട്. അപ്പോൾ അതിനകത്ത് ആൾക്കാർ 4 ആൾക്ക് കൊടുത്താൽ ഇവർ ഈ കൂട്ടുകാരെ വിളിക്കാൻ കൂടും. അങ്ങനെയാണ് സംഗതി. നമുക്ക് ചെയ്യാൻ പറ്റില്ല. പോലീസ് തന്നെ 2 തവണ വന്ന് കണ്ട വിവരങ്ങൾ ചോദിച്ചിരുന്നു. ഒരു വിവരവും പോലീസിനോട് താൻ മറച്ചുവെച്ചിട്ടില്ലെന്നും ജോർജ് പറഞ്ഞു. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇനിമേലിൽ ഇതര സംസ്ഥാനക്കാർക്ക് തന്റെ കെട്ടിടം വാടകയ്ക്ക് കൊടുക്കില്ലെന്നും ജോർജ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ജിഷ കേസുമായി ബന്ധപ്പെട്ട് 100% ശാസ്ത്രീയ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ. ഇപ്പോൾ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് അന്വേഷണത്തെ ബാധിക്കും. കൂട്ടുപ്രതികൾ ഉണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും DGP മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ ഞാൻ കേസിലെ ഡീറ്റെയിൽസ് പ്ലീസ് ഡോണ്ട് ആസ്ക്. ഞങ്ങളുടെ കേസ് എങ്ങനെ ബിൽഡ് ചെയ്തിട്ട് എത്ര സ്ട്രോങ് എവിഡൻസ് ഒന്ന് കോടതിയിലെ മുൻപാകെ കൊണ്ടുവരണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബെസ്റ്റ് പോസിബിൾ എവിഡൻസ് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാൻ പോകും. അതാണ് മെയിൻ ആണോ ഇപ്പോൾ. ദാറ്റ് ഈസ് ദ ചാലഞ്ച്. ഈ ആളുടെ കൂടെ ആരോ ഉണ്ടായിരുന്നു, ആ കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് പറയാം. പക്ഷേ നെക്സ്റ്റ് ആണ് ഇതിന് ഈ ആൾക്ക് അതിനെ 100% കണക്ട് ചെയ്യണം. 100% സയന്റിഫിക് രീതിയിൽ കണക്ട് ചെയ്യണം. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശന് ഒടുവിൽ കുറ്റസമ്മതം. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേടുണ്ടായതായി വെള്ളാപ്പള്ളി നടേശൻ സമ്മതിച്ചു. കന്യാകുമാരിയിൽ ചേർന്ന SNDP വാർഷിക പൊതുയോഗത്തിലാണ് വെള്ളാപ്പള്ളി കുറ്റസമ്മതം നടത്തിയത്. ഏറെ നാളത്തെ മൗനത്തിനൊടുവിലാണ് വെള്ളാപ്പള്ളി ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ ക്രമക്കേടുണ്ടായതായി ഒടുവിൽ വെള്ളാപ്പള്ളി സമ്മതിച്ചു. ചില UDF നേതാക്കന്മാർ ഭാരവാഹികളായ ശാഖകളിലാണ് ക്രമക്കേടുണ്ടായത്. ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം തനിക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കന്യാകുമാരിയിൽ ചേർന്ന SNDPയുടെ വാർഷിക പൊതുയോഗത്തിലാണ് വെള്ളാപ്പള്ളി കുറ്റസമ്മതം നടത്തിയത്. മൈക്രോ ഫിനാൻസ് വായ്പാ തട്ടിപ്പിൽ ക്രമക്കേടുള്ളതായി ആരോപിച്ചുകൊണ്ട് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് മൈക്രോ ഫിനാൻസിൽ ക്രമക്കേടുണ്ടായതായി വിജിലൻസ് നടത്തിയ രഹസ്യ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. കേസ് തിരുവനന്തപുരം വിജിലൻസ് കോടതി അടുത്ത് തന്നെ പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളാപ്പള്ളി മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ ക്രമക്കേടുണ്ടായതായി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത് നെല്ലായി കേസ് പ്രതികളുടെ ബന്ധുക്കളാണെന്ന BJPയുടെ വാദം പൊളിഞ്ഞെന്ന് CPIM. വിവിധ ജില്ലകളിൽ നിന്നും ആളുകളെ ഇറക്കി നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് RSSന്റെ ശ്രമമെന്നും ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ആരോപിച്ചു. ഒറ്റപ്പാലത്ത് മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച് കൊലവിളി നടത്തിയതിന് നേതൃത്വം കൊടുത്തത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയും RSS പ്രചാരകനുമായ വിഷ്ണുവാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് CPIM നിലപാട് വ്യക്തമാക്കിയത്. സംസ്ഥാന വ്യാപകമായി RSS നടത്തുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണ് ശനിയാഴ്ച നെല്ലായിൽ നടന്നത്. ഈ കേസിലെ പ്രതികളായ RSS പ്രവർത്തകരെ കോടതിയിൽ എത്തിക്കുന്നതിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണവും കൊലവിളിയും. CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. ഇങ്ങനെയുള്ള കുറെ ആളുകളെ ജില്ലക്ക് പുറത്തുനിന്നും RSSന്റെ മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് പരിശീലനം കൊടുത്ത് ഈ ജില്ലയിൽ പല ഭാഗത്തും വിന്യസിച്ചിരിക്കുകയാണ്. അപ്പോൾ RSS അവരുടെ ലക്ഷ്യം നടപ്പിലാക്കാൻ ഈ രീതിയിൽ പുറത്തുനിന്ന് വരെ ആളെ ഇറക്കി നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നതുകൂടി ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. നെല്ലായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 20-ന് ചെർപ്പളശ്ശേരിയിൽ സമാധാന യോഗം വിളിച്ചു ചേരുന്നതായി PK ശശി MLA അറിയിച്ചു. തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും CPIM നേതാക്കൾ പറഞ്ഞു. അക്രമികളെ ഒറ്റപ്പെടുത്താൻ പൊതുസമൂഹം തയ്യാറാവണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗുൽബർഗ് കൂട്ടക്കൊലക്കേസിലെ 11 പ്രതികൾക്ക് മരണം വരെ ജീവപര്യന്തവും 12 പേർക്ക് 7 വർഷം തടവും ഒരാൾക്ക് 10 വർഷം തടവും കോടതി വിധിച്ചു. അഹമ്മദാബാദിലെ പ്രത്യേക കോടതി ജഡ്ജി PB ദേശായിയാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത്. അതേസമയം കോടതി വിധിയിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കോൺഗ്രസ് നേതാവും മുൻ MPയുമായ ഇഹ്സാൻ ജാഫ്രിയുടെ വിധവ സാക്കിയ ജാഫ്രി പ്രതികരിച്ചു. വിധിയിൽ നിരാശയുണ്ടെന്നായിരുന്നു സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റാ സെറ്റിൽവാദിന്റെയും പ്രതികരണം. 14 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊലക്കേസിൽ അഹമ്മദാബാദ് പ്രത്യേക കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. കോൺഗ്രസ് MP ആയിരുന്ന ഇഹ്സാൻ ജാഫ്രി ഉൾപ്പെടെ 69 പേർ കൊല്ലപ്പെട്ട കേസിൽ പ്രതികളെന്ന് കണ്ടെത്തിയ 24 പേരിൽ 11 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയാണ് വിധിച്ചത്. കൊലപാതക കുറ്റം ചുമത്തപ്പെട്ടവരാണ് ഈ പ്രതികൾ. മറ്റു പ്രതികളായ 13 പേരിൽ 12 പേർക്ക് 7 വർഷവും ഒരാൾക്ക് 10 വർഷവും തടവ് ശിക്ഷ വിധിച്ചു. കേസിലെ 66 പ്രതികളിൽ 32 പേരെ കോടതി നേരത്തെ കുറ്റവിമുക്തരാക്കിയിരുന്നു. തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്താൻ കഴിയില്ലെന്നും കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിധിയിൽ തൃപ്തിയില്ലെന്ന് ഇഹ്സാൻ ജാഫ്രിയുടെ ഭാര്യ സാക്കിയ ജാഫ്രി പ്രതികരിച്ചു. വിധി നിരാശാജനകമാണെന്നും മേൽക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റാ സെറ്റിൽവാദ് പറഞ്ഞു. On the attack from 9 a.m. right up to 5 p.m. there is no reason for such leniency in sentence. In that sense, that is disappointing. We will appeal this. 2002 ഫെബ്രുവരി 28-നാണ് മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്ന ഗുൽബർഗ സൊസൈറ്റി അപ്പാർട്ട്മെന്റിന് തീവച്ച് 69 പേരെ കൊലപ്പെടുത്തിയത്. BJP, VHP, ബജ്രംഗ് ദൾ പ്രവർത്തകരായ പ്രതികളെ രക്ഷിക്കാൻ ശ്രമം നടന്നുവെന്നും ആരോപണം ഉയർന്നിരുന്നു. ഗൂഢാലോചന കുറ്റം ചുമത്തണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതിനാവശ്യമായ തെളിവുകൾ കോടതിയിൽ സമർപ്പിക്കാൻ സംഘത്തിനായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുൻ മന്ത്രിയും ഇരിക്കൂർ MLAയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവ് KC ജോസഫിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് AK ഷാജി എന്നയാൾ നൽകിയ പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ്. അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചുവെന്ന പരാതിയിലാണ് മുൻ മന്ത്രിയും ഇപ്പോൾ ഇരിക്കൂർ MLAയുമായ KC ജോസഫിനെതിരെ അന്വേഷണത്തിന് തലശ്ശേരി വിജിലൻസ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2011 ഇരിക്കൂറിൽ മത്സരിക്കുന്ന സമയത്ത് KC ജോസഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ നൽകിയ സത്യവാങ്മൂലത്തിൽ നൽകിയ സ്വത്ത് വിവരങ്ങളും 2016 മത്സരിക്കുമ്പോൾ നൽകിയ സ്വത്ത് വിവരങ്ങളും തമ്മിൽ വൻ വ്യത്യാസമാണുള്ളത്. മന്ത്രി, MLA എന്നീ നിലകളിൽ ലഭിക്കുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും ഭാര്യയുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒത്തുനോക്കിയാൽ പോലും 18.5 ലക്ഷത്തിലധികം തുക അധിക വരുമാനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ളതാണ് പരാതി. ഈ തുക അധികാര ദുർവിനിയോഗവും അഴിമതിയും നടത്തി സമ്പാദിച്ചതാണെന്നും AK ഷാജി നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. മെയ് 2-ന് ഫയൽ ചെയ്ത കേസിൽ ജൂലൈ 16-നകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോഴിക്കോട് വിജിലൻസ് DYSPക്ക് കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മലാപ്പറമ്പ് സ്കൂൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവ് ഭേദഗതി ചെയ്യാനാകില്ലെന്ന് സുപ്രീം കോടതി രജിസ്ട്രാർ. ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് മലാപ്പറമ്പ് സ്കൂൾ PTA നൽകിയ ഹർജി സ്വീകരിക്കാനാകില്ലെന്നും സുപ്രീം കോടതി രജിസ്ട്രാർ വ്യക്തമാക്കി. വിദ്യാഭ്യാസാവകാശം ഉറപ്പാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും മുൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. PTAക്ക് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ ഹൈക്കോടതിയെയോ ഹർജിയുമായി സമീപിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. ദില്ലിയിൽ ചേർന്ന CPIM പോളിറ്റ് ബ്യൂറോ യോഗം കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തി. പശ്ചിമബംഗാൾ ഘടകം സ്വീകരിച്ച തെരഞ്ഞെടുപ്പ് തന്ത്രം പാർട്ടി നയവുമായി യോജിക്കുന്നതല്ല എന്നാണ് PB വിലയിരുത്തൽ. കേരളത്തിൽ മികച്ച നേട്ടമുണ്ടാക്കാനായെന്നും PB വിലയിരുത്തി. നാളെ ആരംഭിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കാനുള്ള റിപ്പോർട്ടിനും PB രൂപം നൽകി.
സംസ്ഥാന സമിതികൾ നൽകിയ റിപ്പോർട്ടുകൾ പരിശോധിച്ചാണ് കേന്ദ്ര കമ്മിറ്റിയിൽ അവതരിപ്പിക്കേണ്ട റിപ്പോർട്ടിന് രൂപം നൽകിയത്. നാളെ മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യും. പാർട്ടി പ്ലീനം തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കാനുള്ള ആലോചനകളും കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടാകും. UDF ചെയർമാൻ സ്ഥാനവും രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാൻ ഇല്ലെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചതോടെയാണ് UDF ചെയർമാൻ സ്ഥാനം ഹൈക്കമാൻഡ് ചെന്നിത്തലയ്ക്ക് നൽകിയത്. തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികൾ ഒന്നും ഏറ്റെടുക്കാനില്ലെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ VM സുധീരൻ അധ്യക്ഷ സ്ഥാനം ഒഴിയണമെന്നാണ് AI ഗ്രൂപ്പുകളുടെ നിലപാട്. UDF ചെയർമാൻ സ്ഥാനം നിർബന്ധിച്ച് ഉമ്മൻചാണ്ടിയെ ഏൽപ്പിക്കേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടതോടെയാണ് UDF ചെയർമാൻ പദവി രമേശ് ചെന്നിത്തലയ്ക്ക് കൈമാറാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി എന്നിവരുമായി രമേശ് ചെന്നിത്തല നടത്തിയ 1 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ചെന്നിത്തല തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനം അറിയിച്ചത്. പ്രതിപക്ഷ നേതാവ് തന്നെയാണ് UDFന്റെ എപ്പോഴത്തെയും ചെയർമാൻ. അങ്ങനെയാണ് അതിന്റെ ഒരു പരമ്പരാഗതമായി തന്നെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇത്തവണ ഞാനാണ് ഉമ്മൻചാണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് തന്നെ ആ സ്ഥാനത്ത് തുടരും. AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, AK ആന്റണി എന്നിവരുമായി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തി. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടി UDF ചെയർമാൻ പദവിയും ഏറ്റെടുക്കാൻ തയ്യാറില്ലെന്ന് അറിയിച്ചത് VM സുധീരനും മാതൃകയാക്കണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായമെന്നും ഹൈക്കമാൻഡ് മുമ്പാകെ ചെന്നിത്തല അറിയിച്ചതായാണ് സൂചന. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായാണ് രമേശ് ചെന്നിത്തല സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഗ്രൂപ്പ് അതിപ്രസരമില്ലാത്ത പുനഃസംഘടനയാകും നടത്തുകയെന്ന് നേരത്തെ ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം VM സുധീരൻ വ്യക്തമാക്കിയിരുന്നു. അടുത്ത മാസം കേരളത്തിലെ 50ഓളം നേതാക്കളെ പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ എത്ര നേതാക്കൾ ഇനി സുധീരനെ പിന്തുണച്ച് ഹൈക്കമാൻഡിൽ നിലപാടറിയിക്കുമെന്നതാണ് നിർണായകം. പ്രതിപക്ഷ നേതൃപദവിയും UDF ചെയർമാൻ പദവിയും ചെന്നിത്തല ഏറ്റെടുത്തതോടെ അധ്യക്ഷ സ്ഥാനം A ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നു. ഉമ്മൻചാണ്ടിയുമായി ഒത്തുപോകുന്നയാൾ നേതൃസ്ഥാനത്ത് എത്തുന്നതാണ് തിരിച്ചുവരവിന് നല്ലതെന്ന് I ഗ്രൂപ്പും കരുതുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരത്ത് 9 വയസ്സുകാരന് രണ്ടാനച്ഛന്റെ ക്രൂരമർദ്ദനം. രണ്ടാനച്ഛനായ വലിയതുറ സ്വദേശി അരുൺ 9 വയസ്സുള്ള വിപിനെ ക്രൂരമായി മർദ്ദിക്കുകയും 2 കൈകളും തല്ലിയൊടിക്കുകയും ചെയ്തു. മർദ്ദനമേറ്റ വിപിൻ ശസ്ത്രക്രിയയെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. മദ്യലഹരിയിലാണ് അരുൺ കുട്ടികളെ മർദ്ദിച്ചത്. സംഭവത്തിൽ വലിയതുറ പോലീസ് കേസെടുത്തു. സഹോദരി താര ചിത്ര ഹോമിൽ സംരക്ഷണയിലാണ്. ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റംദാൻ. റംദാന്റെ അനുഗ്രഹത്തിന്റെ നിദാനവും ഇതുതന്നെയാണ്. ദുബായിൽ നിന്നും T ജമാലുദ്ദീന്റെ റിപ്പോർട്ടിലേക്ക്. ജീവിക്കാൻ ഒരു തൊഴിൽ എന്ന നിലയിലാണ് 2 നൂറ്റാണ്ട് മുമ്പ് കാസർഗോഡ് തളങ്കരയിലെ നിരവധി കുടുംബങ്ങൾ പരുത്തി തുണി കൊണ്ടുള്ള തൊപ്പി നിർമ്മാണം തുടങ്ങിയത്. പിന്നീട് തളങ്കര തൊപ്പി എന്ന നിലയിൽ പ്രശസ്തമായി. ഗുണമേന്മ മികച്ചതായതിനാൽ കടൽ കടന്നും തളങ്കര തൊപ്പിക്ക് ആവശ്യക്കാരെത്തി. ഗൾഫ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോലും തളങ്കര തൊപ്പി കയറ്റി അയച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട തൊഴിൽ അല്ലാത്തതിനാൽ പിന്നീട് കൂട്ടത്തോടെ ആളുകൾ ഈ രംഗത്തു നിന്നും പിന്മാറി. ഇപ്പോൾ ഈ രംഗത്ത് ശേഷിക്കുന്നത് കാസർഗോഡ് ബാങ്കോട്ടെ അബ്ദുൾ റഹീം മാത്രം, അതും ഉപതൊഴിലായി മാത്രം. സാമ്പത്തികമായിട്ട് വലിയ മെച്ചം കാണുന്നില്ല ഇതിൽ. അതാണ് ആൾക്കാർ ഇപ്പോൾ അവോയ്ഡ് ചെയ്യാനുള്ള കാരണം. മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. മുമ്പ് ഇതിലായിരുന്നല്ല അവർ ജീവിച്ചുകൊണ്ടിരുന്നത് തന്നെ. പിന്നെ ഞാൻ തളങ്കരയുടെ പേര് നിലനിൽക്കൂ എന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. റഹീമിന്റെ പിതാവ് അബൂബക്കറുടെ വല്യുപ്പ പള്ളിക്കൽ അബൂബക്കറിന്റെ കാലത്താണ് തൊപ്പി നിർമ്മാണത്തിന് തുടക്കം. സാമ്പത്തിക നേട്ടം കാര്യമായില്ലെങ്കിലും തൊഴിൽ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുകയാണ് അബ്ദുൾ റഹീം. കാണാനുള്ള ഈ തൊപ്പിയുടെ സൗന്ദര്യം തലയിൽ വെച്ചാൽ നമുക്ക് ലഭിക്കും. കാസർഗോട്ടുകാരുടെ സ്വന്തം തൊപ്പിയാണ് തളങ്കര തൊപ്പി. മഹിതമായ ഒരു ചരിത്ര പാരമ്പര്യം തളങ്കര തൊപ്പിക്കുണ്ട്. ക്യാമറാമാൻ ഷൈജു ബ്ലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്.